പാട്ട് അല്ലാത്തൊരു പാട്ട് പാടിയാലോ? അല്ലാത്ത പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിന ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ഞാൻ ചോദിക്കാഴ്ചയൊന്നുമല്ല. ഞാൻ മോളുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എനിക്ക് ആസിഫ് അലിനെയാണ് എനിക്ക് കൂടുതൽ എന്നെ എന്താണ് അങ്ങോട്ടേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. എന്തോ അമ്മയ്ക്കൊക്കെ എന്തോ ഈ മിമിക്രിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അമ്മ കൂടുതൽ എന്താ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, എന്തൊക്കെയൊന്നും പറഞ്ഞല്ലേ മോള്? അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നല്ല, നമുക്ക് ഈ മിമിക്രി എന്ന് പറയുന്നത് ഈ മെയിൽ അവരുടെ ഒരു അവരാണ് കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളൊരു സോഷ്യൽ സ്റ്റിഗ്മ അതുണ്ടല്ലോ. അപ്പൊ എന്റെ അമ്മയും വിചാരിച്ചിരിക്കുന്നത് ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാൻ അതിലോട്ട് ഇറങ്ങുന്ന വലിയ താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് സ്കൂളിലെല്ലാം വെച്ചിട്ട് മത്സരത്തിന് പോകുമ്പോൾ ഞാൻ മോണോ ആക്ട് എന്നാണ് പറയാറ്, മിമിക്രി ഞാൻ പറയാറില്ലായിരുന്നു. കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടിലാണ് ശരിക്കും ഞാൻ അഭിജിത്ത് മാറിയിട്ടില്ല. അത് നമ്മുടെ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് എപ്പോ വന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത് എങ്ങനെ സ്റ്റാർട്ടിങ്? അത് ഞാൻ 6th സ്റ്റാൻഡേർഡ് തൊട്ടേ ഇങ്ങനെ ആരും തിരഞ്ഞെടുക്കാത്തൊരു മേഖല എന്നുള്ള അങ്ങനെയല്ല. ആക്ച്വലി നമ്മുടെ ഓരോ ഹൗസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ടീമില് ഇപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നൊക്കെ സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് പോയിന്റ് കിട്ടണം, അതിന് വേണ്ടിട്ട് ആരും ചെയ്യാത്ത എല്ലാം കയറി ചെയ്യുമായിരുന്നു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അഖിലയ്ക്ക് 10th എല്ലാത്തിനും A+ ആയിരുന്നു. +2 ഫുൾ മാർക്കായിരുന്നു. 1200-ൽ 1200 മാർക്ക്. എന്നെ പോലെ തന്നെ അല്ല, എന്നെ പോലെ തന്നെ നവീൻ 8 മാർക്കിന്റെ 8 മാർക്കേ ഉള്ളായിരുന്നു. 8 മാർക്കിന്റെ ഒരു നിറമില്ലായിരുന്നു. അതിനാണ് ചന്ദ്രബാബു ഇനി നമുക്ക് സാധാരണ ഈ ആൺകുട്ടികൾ തന്നെ ചെയ്യുന്ന ബീറ്റ് ബോക്സ് എന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഈ ശബ്ദം ഒരേ സമയം തന്നെ ഒന്നിലധികം ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യും. ഫസ്റ്റ് ഗോപൻ സാറിന്റെ വോയിസിൽ നിന്ന് ഒരു ബീറ്റ് ബോക്സിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസത്തിൽ അടിഞ്ഞുകൂടിയ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. അല്ലാതെ ഇതല്ലാതെ നോർമലി ചെയ്യുന്നുണ്ടല്ലോ ബീറ്റ് ബോക്സ്. ബീറ്റ് ബോക്സ് അല്ലാതെ